എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് മനുഷ്യൻ ദൈവിക ന്യായവിധിയിൽ അകപ്പെടുന്നത്? ന്യായവിധിയിൽ ഒരു മനുഷ്യൻ അകപ്പെടാൻ വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 19, 20, 21 തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചതാണ്. വെളിച്ചമായ ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും അവന്റെ വചനങ്ങളെ അവൻ തന്നിട്ടും അത് നിങ്ങളെ കേൾപ്പിച്ചിട്ടും അത് നിങ്ങളെ അറിയിച്ചിട്ടും മനുഷ്യ, നിന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ ഈ വെളിച്ചത്തെക്കാൾ, വെളിച്ചമാകുന്ന ക്രിസ്തുവിനേക്കാൾ, തന്റെ വചനത്തെക്കാൾ അധികം നീ ഇരുട്ടിനെ സ്നേഹിച്ചതിനാലാണ് നിനക്കുണ്ടാകാൻ പോകുന്ന ജഡ്ജ്മെന്റ്. 20-ാം വാക്യത്തിൽ പറയുന്നു, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. ചില ആളുകൾ പറയുന്നു ദൈവമില്ല, ദൈവത്തെ വേണ്ട. എന്താണ് അതിന്റെ കാരണം? അവന് തിന്മ പ്രവർത്തിക്കണം. ദൈവത്തെ അറിഞ്ഞാൽ, ദൈവ വഴിയിൽ സഞ്ചരിച്ചാൽ പിന്നെ അവന് തിന്മയിൽ നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ 14:1-2 വാക്യത്തിൽ പറയുന്നത്, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. എന്തിനു വേണ്ടിയാണ് അവൻ ദൈവമില്ലെന്ന് പറയുന്നത്? വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുവാൻ. അതാണ് യേശു എമ്മൗസിലേക്ക് കടന്നുപോയ കുടുംബത്തോട് പറഞ്ഞത്, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുട്ടിനെ സ്നേഹിച്ചതാണ്. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടുത്തേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ, നിത്യതയിലെത്താൻ ആഗ്രഹിക്കുന്നവൻ, മരണാനന്തര ജീവിതം നരകത്തിലല്ല ദൈവത്തോടൊപ്പം നിത്യതയിൽ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരുന്നു. This light is marvelous light. ഒരു മത തീവ്രവാദിയായിരുന്നു ശൗൽ, പിന്നാണ് പൗലോസായത്. സൂര്യനേക്കാൾ മിന്നുന്ന പ്രഭാകിരണങ്ങൾ തനിക്ക് ചുറ്റും അടിച്ച് വാഹന മൃഗത്തിന്റെ മുകളിൽ നിന്ന് ആയുധം വെച്ച് കീഴടങ്ങി നിലംപരിചായി കിടക്കുന്ന ഈ മത തീവ്രവാദി നിലത്ത് കിടന്നുകൊണ്ട് ചോദിക്കുന്നു, ഹൂ യു ആർ ലോർഡ്? നീ ആരാകുന്നു കർത്താവേ? നിങ്ങൾക്കറിയാവോ, ഇത്ര കഠിന ഹൃദയനായ ശൗൽ ഒരു പാവം മനുഷ്യനായിരുന്നു. സ്തെഫാനോസ് നല്ല മനുഷ്യനായിരുന്നു, ഒരു അപ്പോസ്തലനായിരുന്നു. ആ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂട്ടാളികൾക്ക് ആഹ്വാനം കൊടുത്ത് അവരുടെ വസ്ത്രം കാത്ത് സ്തെഫാനോസിനെ കൊല്ലുന്നത് ആ മനുഷ്യന്റെ മനക്കെട്ടി. പക്ഷേ ഈ മനുഷ്യൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ആള് മാറി. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോസ്തല പ്രവൃത്തി 9:3 ഒറ്റ വാക്കാണ് എഴുതിയിരിക്കുന്നത്, ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ആ വെളിച്ചം അവന്റെ ജീവിതത്തിന്റെ ഇരുട്ടിനെ വാഷ് ഔട്ട് ചെയ്തു. ഈ വെളിച്ചം നിന്റെ ഭവനത്തിൽ വെളിപ്പെടട്ടെ. പൗലോസ് ഈ വെളിച്ചത്തിന്റെ മുമ്പിൽ കാഴ്ച നഷ്ടപ്പെട്ട് ചോദിക്കുന്നു, ഹൂ യു ആർ ലോർഡ്? നീ ആരാകുന്നു കർത്താവേ? ആ വെളിച്ചം അവനോട് പറഞ്ഞ മറുപടി, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ. നീ ആരെ ഉപദ്രവിച്ചോ? നീ ആരെ തകർക്കാൻ നിന്നോ? ഞാനാണത്. ഞാൻ വെളിച്ചമാണ്. ശൗലേ, ദൈവസഭയെ തകർക്കാൻ നീ ഒരെഴുത്തുമായി ഇറങ്ങിത്തിരിച്ചവനാണെങ്കിൽ നിന്റെ കരം പിടിച്ച് ദൈവസഭയെ പണിതുയർത്താൻ ഞാൻ 14 എഴുത്തുകൾ എഴുതിക്കാൻ പോവുകയാണ്. നിന്നെ ഞാൻ 9 കൃപാവരങ്ങളാൽ നിറയ്ക്കാൻ പോവുകയാണ്. only one reason, വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ബൈബിൾ പറയുന്നു, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. You are the light. Jesus said to the world, I am the light of the world.
The same time Jesus said to us, You are the light. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത്. ബൈബിൾ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അവനാക്കി.